നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാജി. പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി. പകരം അഡ്വക്കേറ്റ് രത്നകുമാരി. തീരുമാനം MP ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യത സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി. വളരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ. പുസ്തക പ്രകാശനവും. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് നാളെ സമാപനം. 126 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് 2200ഓളം കായിക താരങ്ങൾ. ഇത്തവണ കായികമേള തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും CPM മാറ്റി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. UDFും BJPയും പി ദിവ്യ രാജിവെക്കണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് പി ദിവ്യയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ CPM തയ്യാറായത്. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു. ADM നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിതവും വേദനാജനകവുമായ വേർപാടിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നേരത്തെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അഴിമതിക്കെതിരായ സദുദ്ദേശ വിമർശനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയതെങ്കിലും യാത്രയപ്പ് യോഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് അന്ന് പാർട്ടി സ്വീകരിച്ചത്. അതോടൊപ്പം സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനാൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി ദിവ്യ ഒഴിവാകണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അത് ദിവ്യ അംഗീകരിച്ചതിനെ തുടർന്ന് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ പരിഗണിക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. UDFും BJPയും പി ദിവ്യ രാജിവെക്കണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് പി ദിവ്യയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ CPM തയ്യാറായത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരായ നടപടി പാർട്ടിയുടെ ധീരമായ തീരുമാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ട്. കളക്ടർക്കെതിരായ വിമർശനവും സർക്കാരിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വരുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അന്വേഷണത്തിന് ശേഷം തുടർ നടപടി ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പൊതുവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങൾ പരിശോധിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു ധീരമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചു. ഗവൺമെൻറ് നിലവാരത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കൂടുതൽ വിശദമായ അന്വേഷണം പാർട്ടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ വൈകാതെ തന്നെ ഈ രണ്ട് അന്വേഷണത്തിൻ്റെയും തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റു തീരുമാനങ്ങളുണ്ടാവും. ജില്ലാ കലക്ടർക്കെതിരെയും നടപടി വേണമെന്ന് കുടുംബവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലെ CPM നേതാക്കളും ആവശ്യപ്പെട്ടു. അതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി മാത്രം പ്രത്യേക ഒരു അന്വേഷണത്തിന് കാര്യമില്ലല്ലോ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. പരിഗണിച്ച് അതിൽ എന്താ കളക്ടറുടെ ഉത്തരവാദിത്വം എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൂത്തുവാരി ശുചീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം KPCC അംഗം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരവിജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെട്ടു. പി ദിവ്യയെ അറസ്റ്റ് ചെയ്യും വരെ യൂത്ത് കോൺഗ്രസ് സമരം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പട്ടി ഷോയുടെ ഭാഗമായി ഒരു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കണ്ണൂർ ജില്ലയിലെ ADM ആയി പ്രവർത്തിച്ച ശ്രീ നവീൻ ബാബു അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയുള്ള പ്രസ്താവന ആ മനുഷ്യൻ്റെ ജീവനെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വിഷയം വന്നത് മുതൽ ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം അതിശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മാർട്ടിൻ ജോർജിൻ്റെ നേതൃത്വത്തിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ രാഹുലും റഷീദും റോബർട്ടും ഉൾപ്പെടെ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ള ശക്തമായ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി ആ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. കേവലം ഇതൊരു രാജി കൊണ്ട് അവസാനിക്കുന്നതല്ല.
ആ രാജിക്ക് അവർ കൊടുത്തിട്ടുള്ള മാനമുണ്ട്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയെന്നാണ്. ഏത് അഴിമതിയാണ്, എന്തഴിമതിയാണ് ഈ പറയുന്ന നവീൻ ബാബു നടത്തിയത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം പല ജില്ലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പോലും 1 രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആക്ഷേപമില്ലാത്ത ഈ സർക്കാരിന് നേരിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ, അതും ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ രൂപത്തിലേക്ക് വേട്ടയാടിയതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നതിനെക്കുറിച്ച് ഈ നാട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അശ്വിൻ സുധാകർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ റോബർട്ട് വെള്ളാമ്പള്ളി, രാഹുൽ വെച്ചിയോട്ട്, അരുൺ MK, മിഥുൻ മാറോളി, നിതീഷ് ചാലാട്, മഹിത മോഹൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സമന്വയുടെ ആഭിമുഖ്യത്തിലുള്ള KV കോരൻ സ്മാരക സത്കർമ്മ യുവപ്രതിഭ പുരസ്കാര സമർപ്പണം 20-ന് ചക്രക്കൽ ചോയ്സ് ഹോട്ടലിൽ വെച്ച് നടക്കും. പത്രപ്രവർത്തകനായ ദിനകരൻ കൊമ്പിലാത്ത് ഉദ്ഘാടനം നിർവഹിക്കും. ഇത്തവണ നമ്മൾ KV കോരാറിൻ്റെ പേരിലുള്ള സത്കർമ്മ പുരസ്കാരം നൽകുന്നത് ചക്രക്കലിൽ അറിയപ്പെടുന്ന നഴ്സ് സിസ്റ്റർ ജെയിൻ സൈമണാണ് നമ്മൾ നൽകുന്നത്. അതോടൊപ്പം യുവപ്രതിഭ പുരസ്കാരം നൽകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ മികച്ച ക്ഷീരകർഷകരുടെ പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ പ്രതീഷ് K അവർകൾക്കാണ്. ഈ 2 പേർക്കും നൽകുന്ന ചടങ്ങ് ഈ ഞായറാഴ്ച, അതായത് ഒക്ടോബർ മാസം 20-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ചക്കരക്കൽ ചോയ്സ് ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. സമന്വയ പ്രസിഡന്റ് ശ്രീ C സജിലിൻ്റെ അധ്യക്ഷതയിൽ കണ്ണൂരിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്ന മാതൃഭൂമിയുടെ മുൻ ബ്യൂറോ ചീഫായിട്ടുള്ള ശ്രീ ദിനകരൻ കൊമ്പിലാത്താണ് ഈ 2 പുരസ്കാരങ്ങളും വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ C സജിൽ അധ്യക്ഷനാവും. ഈ വർഷത്തെ സത്കർമ്മ പുരസ്കാരത്തിന് സിസ്റ്റർ ജെയിൻ സൈമണും യുവപ്രതിഭ പുരസ്കാരത്തിന് K പ്രതീഷുമാണ് അർഹത നേടിയതെന്ന് ഭാരവാഹികളായ VK സനൽ, C മണികണ്ഠൻ, R ഹീര, KP ഷജിൻ, VP പ്രജിന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാജി. PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി. പകരം അഡ്വക്കേറ്റ് രത്നകുമാരി. തീരുമാനം MV ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യത സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി. വളരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ പുസ്തക പ്രകാശനവും. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് നാളെ സമാപനം. 126 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് 2200ഓളം കായിക താരങ്ങൾ. ഇത്തവണ കായികമേള തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur.
ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMI കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. അസമത്വങ്ങൾ ഇല്ലാതാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യത സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച +2 ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്കൂളുകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായും മന്ത്രി പറഞ്ഞു. സ്കൂളുകളുടെ പഠനത്തിനും വികസനത്തിനും വളർച്ചയ്ക്കും സാധ്യമായ എല്ലാ മികച്ച ഇടങ്ങളാക്കി മാറ്റുന്നതിന് ഒരുമിച്ച് നമുക്ക് പ്രവർത്തനം നടത്താമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട MLAയും ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ഗാന്ധി ജയന്തി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. നമ്മുടെ ക്യാമ്പസ് കണ്ടാൽ എന്നൊക്കെ എന്ത് തോന്നുന്നു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ NSS വളണ്ടിയേഴ്സും ടീച്ചർമാരും പ്രിൻസിപ്പാളും പഞ്ചായത്തിന് ആൾക്കാരും ഒക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് ഈ ക്യാമ്പസ് ഒന്ന് കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നടപടി കൂടി നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ PK വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ പ്രവീൺ, KV ഗ്രീഷ്മ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗം TP സരിത, PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, CV കുഞ്ഞിരാമൻ, ER ഉദയകുമാരി, K. പ്രദീപ്, ജെയ്സൺ D. ജോസഫ്, VV പ്രകാശൻ, KV സുരേഷ് കുമാർ, TK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്രീ പ്രൈമറി രംഗത്തെ അശാസ്ത്രീയ പ്രവണതകൾ ഒഴിവാക്കാൻ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കായി SCERT തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ പിന്തുണയും സഹായം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് മെച്ചപ്പെട്ടതാണ്. എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ മെച്ചപ്പെട്ടതാണ്. ഗവൺമെന്റ് സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് 5000 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ സ്കൂളുകളിൽ ലിഫ്റ്റ് അടക്കമുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയും അമിതമായ ഫീസ് വാങ്ങിയും ഗവൺമെന്റിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു അനുവാദവും വാങ്ങാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിനകം അതിന്റെ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് കിട്ടിയാൽ അത്തരം സ്കൂളുകളുടെ മേൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കായി SCERT തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത വിധം രക്ഷാകർത്ത വിദ്യാഭ്യാസത്തിന് ഫോക്കസ് ഗ്രൂപ്പ് രൂപീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 4 പുസ്തകങ്ങളാണ് SCERTC തയ്യാറാക്കിയത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ രക്ഷാകർത്താക്കളിലും പുസ്തകം ലഭ്യമാക്കും. വളരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ എന്നും പേരിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ രക്ഷിതാക്കളുടെ വിദ്യാലയങ്ങളുമായും കുട്ടികളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തും. ലഹരിക്കെതിരായ കരുതലും സാങ്കേതിക വിദ്യയുടെ നന്മയും ചതിക്കുഴികളും കൗമാര വികസനത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ പ്രായഘട്ടത്തിൽ രക്ഷിതാക്കൾ എങ്ങനെ അവരെ സമീപിക്കണം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം പുസ്തകങ്ങളിലൂടെ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രക്ഷാകർത്താക്കളുടെ പിന്തുണയും സഹായവും ഉറപ്പുവരുത്തുന്നതിന് രക്ഷിതാക്കൾക്കായി തയ്യാറാക്കിയ പുസ്തകങ്ങൾ കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിൽ ഒന്നാണെന്ന് മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLAയുടെ ആവശ്യപ്രകാരം പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി രൂപ അനുവദിക്കുന്നതായും മന്ത്രി അറിയിച്ചു. KV സുമേഷ് MLA അധ്യക്ഷനായിരുന്നു.
PWD ബിൽഡിംഗ് സൂപ്രണ്ട് എഞ്ചിനീയർ CK ഹരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, വാർഡ് മെമ്പർ KV മുപ്സീന, കണ്ണൂർ RDD R രാജേഷ് കുമാർ, DDE ബാബു മഹേശ്വരി പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പൽ K ഗോപാലൻ, SSK DPC EC വിനോദ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, DEO KP നിർമ്മല, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ MK അനൂപ് കുമാർ, പാപ്പിനിശ്ശേരി AEO K ജയദേവൻ, SSK BP CK പ്രകാശൻ, ഹെഡ്മിസ്ട്രസ് TP ഫായ്സാബി, PTA പ്രസിഡന്റ് TT രഞ്ജിത്ത്, SMC ചെയർമാൻ പാറയിൽ മോഹനൻ, മദർ PTA P വിപിന, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേള നാളെ സമാപിക്കും. തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ ആരംഭിച്ച് 3 ദിവസങ്ങളിലായി നടക്കുന്ന മേള ഇന്ന് അവസാനിക്കുമ്പോൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ 75 ഇനങ്ങൾ പൂർത്തിയായി. നാളെ അവസാന ദിവസം LP വിഭാഗം മത്സരങ്ങളാണ് നടക്കുക. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേളയിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി 126 കായിക ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2200ഓളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. LP വിഭാഗം മത്സരങ്ങൾ ഉപജില്ലാ തലത്തിൽ അവസാനിക്കും. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, സബ് ജൂനിയർ വിഭാഗങ്ങൾക്ക് സംസ്ഥാന തലം വരെ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ സബ് ജില്ലാ കായികമേള തലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. മേളയുടെ വിജയത്തിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഹെഡ് മാസ്റ്റർ ഫോറം, സബ് ജില്ലാ മേള കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കായികമേള 3 ദിവസങ്ങളിലായി തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇന്നുമായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ ഏകദേശം പൂർത്തിയാവാനായിരിക്കുകയാണ്. ഇന്ന് അധ്യാപകരുടെ മത്സരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ചെറിയ കുട്ടികളുടെ, LP കുട്ടികളുടെ മത്സരങ്ങളാണ് നാളെ നടക്കുന്നത്. എല്ലാ അധ്യാപകരും വളരെ സജീവമായി ഈ മേളയിൽ സഹായിക്കാൻ ഇവിടെ ഉണ്ട്. കുട്ടികളെല്ലാ സ്കൂളിൽ നിന്നും പാർട്ടിസിപ്പേഷൻ വളരെ നല്ല രീതിയിലുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ മേളയിൽ പങ്കെടുത്ത് വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുന്നതോടൊപ്പം പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് അലോപ്പതി, ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. മത്സര വിജയികൾക്ക് തത്സമയം തന്നെ വിശിഷ്ട വ്യക്തികൾ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുമുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകർക്കും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8:30 LP വിഭാഗം മത്സരങ്ങൾ ആരംഭിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെ ഇത്തവണത്തെ സബ് ജില്ലാ കായികമേളയ്ക്ക് സമാപനമാകും. സിറ്റി ന്യൂസ്, കണ്ണൂർ. ശസ്ത്രക്രിയാ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി വടക്കൻ കേരളത്തിലെ ആദ്യ ഡാവിഞ്ചി റോബോട്ടിക് സർജറി സംവിധാനവുമായി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് KIMS ശ്രീചന്ദ്. ബിനാലെ ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 24 വർഷങ്ങളായി ആരോഗ്യരംഗത്തെ ശക്തമായ സാന്നിധ്യമാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നമ്മുടെ കണ്ണൂർ KIMSൽ വടക്കൻ കേരളത്തിലെ ആദ്യ ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റം അവതരിപ്പിക്കുന്നതിലൂടെ ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ആരോഗ്യപരമായ മുന്നേറ്റം നടത്താൻ കഴിയും. യൂറോളജി, ഗൈനക്കോളജി, ഓങ്കോളജി, തൊറാസിക് സർജറി തുടങ്ങിയ വിഭാഗങ്ങളിൽ വലിയ മുന്നേറ്റത്തിന് ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റം സഹായിക്കും. ഡാവിഞ്ചി റോബോട്ടിക്സിലൂടെ ആരോഗ്യരംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് റിയാസ് പറഞ്ഞു. യൂറോളജി, ഗൈനക്കോളജി, ഓങ്കോളജി, തൊറാസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾക്കാണ് ഈ സംവിധാനം ഉപയോഗിക്കുക. ആദ്യമായിട്ടാണ് വടക്കൻ കേരളത്തിൽ വരുന്നത്. ഇതിനു മുന്നേ സർക്കാർ മേഖലകളുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിൽ മുന്നേ അത് സ്ഥാപിച്ചിട്ടുള്ളത് X ആണ്. ഡാവിഞ്ചി XI ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് വടക്കൻ കേരളത്തിൽ ശ്രീ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ KIMS ശ്രീചന്ദ് ഹോസ്പിറ്റലാണ്. കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ എവിടെയൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് 2 ആശുപത്രികളിൽ XI ഉണ്ട്. എന്താണ് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ക്യാൻസർ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ ഓങ്കോ ഗൈനക്കോളജി, ഓങ്കോ യൂറോളജി, തൊറാസിക് സർജറീസ് ഒക്കെ കുറച്ചും കൂടെ പ്രിസിഷനോട് കൂടി അതിന്റെ വിവരങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്ന സർജൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ ഒരു ബേസിക് നട്ട്ഷെൽ എന്ന രീതിയിൽ അത് കുറേയും കൂടി പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ടിക് സംവിധാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക മെഡിക്കൽ ശാസ്ത്രം വളർന്നതോടുകൂടി ഇതുപോലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് മാഡം ഒരു ഗൈനക്കോളജിസ്റ്റ് മാഡത്തിന് അറിയാം, ഒരു യൂട്രസ് റിമൂവൽ എപ്പോഴും ഒരു ഓപ്പൺ സർജറിയാണ് ചെയ്യേണ്ടത്. ഏതാണ്ട് ഒരു 8 ദിവസം വരെ ഒരു രോഗി ആശുപത്രി കിടക്കണം, കുറെ ബ്ലഡ് വേണ്ടി വരും. അത് മാറി ലാപ്രോസ്കോപ്പിലേക്ക് എത്തിക്കണം.
ഇന്ന് ലാപ്രോസ്കോപ്പ് മാറി ഒരു വളരെ പിൻഹോൾ സർജറി എന്ന് തന്നെ പറയാം, റോബോട്ടിക്കിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ആ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ഹോസ്പിറ്റൽസിന്റെ ലക്ഷ്യവും. അതേപോലെ തന്നെ നമ്മുടെ സർജൻസും ഇത്തരം പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ആവുക, ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സജ്ജമാക്കുക. ഈ നമ്മുടെ ആശുപത്രി ഒരു ഡാവിഞ്ചിയുടെ ട്രെയിനിങ് സെന്ററും കൂടി ആയിരിക്കും. എനിക്കൊന്ന് കേരളത്തിലെ നോർത്ത് കേരളയിലുള്ള മറ്റു ഡോക്ടേഴ്സിനും കൂടി ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. US നിന്നുള്ള അവരുടെ ട്യൂട്ടേഴ്സ് ഒക്കെ ഇവിടെ കണ്ണൂരിൽ വരുന്ന ആഴ്ചകളിൽ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. ശസ്ത്രക്രിയകളിലെ കൃത്യതയ്ക്ക് പുറമെ സാധാരണ ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് ചെറിയ മുറിവ്, കുറഞ്ഞ വേദന, കുറഞ്ഞ റിക്കവറി സമയം, ഡോക്ടർമാർക്ക് 3D ഉൾപ്പെടെയുള്ള വിശാലവും വ്യക്തവുമായ കാഴ്ചകൾ ലഭിക്കുകയും സുഗമമായ ചലനങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും. റോബോട്ടിക് വൃക്ക കരൾമാറ്റ ശസ്ത്രക്രിയകളും വൈകാതെ ആരംഭിക്കുമെന്ന് കിംസ് ശ്രീചന്ദ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ അറിയിച്ചു. ചടങ്ങിൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ്, കാർഡിയോ തറാസിക് സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് സർജൻ ഡോക്ടർ സമീഷ് പദ്മൻ, നെഫ്രോളജി ആൻഡ് റിനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ടോം ജോസ് കാക്കനാട്, ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ സന്തോഷ് കോപ്പൽ, ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട്, യൂറോളജിസ്റ്റ് ഡോക്ടർ കാർത്തിക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മായൻമുക്ക് ശാഖ മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മ പദ്ധതിയിലെ 3ാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി. ഈ നാടിന്റെ ഏറ്റവും വലിയ ആവേശം എന്ന രീതിയിൽ തന്നെ ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസ്ലിം ലീഗിന്റെ ഈ ഒരു ബൈത്തുർ റഹ്മ എന്ന ജീവകാരുണ്യ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വീടെന്ന സ്വപ്നം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തകർ രാവും പകലും അധ്വാനിച്ച് ഇതിനുവേണ്ടി സമ്മാനിച്ച് ഗൾഫിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നൊക്കെയുള്ള സന്ദർശകരായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ വളരെ ദുർലഭമായ സഹായം കൊണ്ടാണ് നമുക്കൊന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. PC കുഞ്ഞി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. PC നൌഷാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യാതിഥിയായിരുന്നു. PC കുഞ്ഞാലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. K നസീർ ഹാജി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് വട്ടപ്പൊയിൽ, മണ്ഡലം ട്രഷറർ PC അഹമ്മദ് കുട്ടി, KP അബ്ദുൽ സലാം, അഹമ്മദുള്ളയാൻ കണ്ടി, PT കമാൽ, CV മുസ്തഫ, P മുഹമ്മദ് അലി, റഹ്മാൻ കണിയാരത്ത്, CP ഷക്കീർ, M മുഹമ്മദ് അലി, PK മുസ്തഫ, TP സുലൈമാൻ, PC ഷബീർ, MP നിമ്രാസ്, ഖാദർ മുണ്ടേരി, PA മനാഫ്, അബ്ദുൽ ഖാദർ യമാമ, അലി PV, ഷാദുലി പുറവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 80 രൂപ കൂടി 1 ഗ്രാം സ്വർണം 7240 രൂപ. ഒരു പവന്റെ വില 57,920 വെള്ളി 105 രൂപ. അവസാനമായി പ്രധാന വാർത്തയിലേക്ക്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാജി. PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി. പകരം അഡ്വക്കേറ്റ് രത്നകുമാരി. തീരുമാനം MV ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യത സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി. വളരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ പുസ്തക പ്രകാശനവും. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് നാളെ സമാപനം. 126 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് 2200ഓളം കായിക താരങ്ങൾ. ഇത്തവണ കായികമേള തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.